യാത്ര പുണ്യം പ്രതീക്ഷിച്ച് ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് ഒരാൾ യാത്ര ഒരുങ്ങി അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും എടുത്തു പോകുന്നുണ്ട് എങ്കിൽ 3 സ്ഥലങ്ങളിലേക്കാണ് അത് അനുവദീയമായിട്ടുള്ളത്. ഒന്ന് കഅബയുള്ള ബൈത്തുൽ ഹറം, അതുപോലെ തന്നെ മസ്ജിദുൽ ഹറം, അതുപോലെ തന്നെ മസ്ജിദുൽ നബവി, പിന്നെ മസ്ജിദുൽ അഖ്സ. ഇതല്ലാത്ത ഒരു സ്ഥലത്തേക്കും ഒരു പുണ്യം പ്രതീക്ഷിച്ച് പ്രത്യേകം പ്രതിഫലം പ്രതീക്ഷിച്ച് കെട്ടിപ്പുറപ്പെടാൻ പാടില്ല. അപ്പൊ അങ്ങനെ അല്ലാത്ത രീതിയിൽ ഖബറിനെ സന്ദർശിക്കൽ അതാണ് ദീനിൽ അനുവദനീയമായിട്ടുള്ളത്. യസൂറുഹ അൽ മുസ്ലിമു മുത്തബിഅൻ ലിസ്സുന്ന. എന്തിനാണ് ഒരു മുസ്ലിം അവിടെ സന്ദർശിക്കുന്നത്? മുസ്ലിം സന്ദർശിക്കുന്നത് സുന്നത്തിനെ പിൻപറ്റിക്കൊണ്ടാണ്. ഫയദ്ഉ ലിഅഹ്ലിഹാ ഉമൂമൻ, പൊതുവായിട്ട് ആ ഖബറാളികൾക്ക് മുഴുവൻ വേണ്ടി ദുആ ചെയ്യാനും, വലി അഖാരിബിഹി വ മആരിഫിഹി ഖുസൂസൻ, അവനറിയുന്ന അവന്റെ കുടുംബക്കാരായ ആളുകൾക്ക് പ്രത്യേകം ദുആ ചെയ്യാനും വേണ്ടിയിട്ടാണ് ഖബറിടങ്ങളിലേക്ക് പോകുന്നത്. ഫയകൂനു മുഹ്സിനൻ ഇലൈഹിം ബിദ്ദുആഇ ലഹും. അങ്ങനെ അവൻ എന്ത് ചെയ്യുന്നു? അഥവാ ദീനിൽ സ്ഥിരപ്പെട്ടിട്ടുള്ള ഖബർ സന്ദർശനം എന്താണെന്നാണ് പറയുന്നത്. അങ്ങനെ ഖബർ സന്ദർശിക്കുകയും പൊതുവായിട്ട് മുസ്ലിമീങ്ങളുടെയും അതല്ലെങ്കിൽ അവന്റെ അടുത്ത കുടുംബക്കാരുടെയും എല്ലാം സന്ദർശിക്കുന്നത് മുഖേന അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നത് മുഖേന അവൻ എന്ത് ചെയ്യുന്നു? അവർക്ക് ഇഹ്സാൻ ചെയ്യുന്നു, ഒരു നന്മയാണ് ചെയ്യുന്നത്. ബിദുആഇ ലഹും വതലബിൽ അഫ്വി വൽ മഗ്ഫിറതി വറഹ്മതി ലഹും. അതുപോലെ തന്നെ ഖബറാളികൾക്ക് വേണ്ടി അവരുടെ പാപമോചനത്തിനും അവരോട് കാരുണ്യം കാണിക്കാനും എല്ലാം തേടുന്നത് വഴി ആ ഖബറാളികൾക്ക് ഒരു ഇഹ്സാൻ ചെയ്യുന്നു. വമുഹ്സിനൻ ഇലാ നഫ്സിഹി, അതുപോലെ തന്നെ അവന്റെ സ്വന്തത്തിനോടും അവൻ ഇഹ്സാൻ ചെയ്യുന്നവനാകുന്നു. ബിത്തിബാഇ സുന്നതി വതദക്കുരിൽ ആഖിറ വലിഇതിബാരി ബിഹാ വലിത്തിആവ്. എന്ത് മുഖേനയാണ് സ്വന്തത്തിനോട് ഇഹ്സാൻ കാണിക്കുന്നത്? ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പിൻപറ്റിക്കൊണ്ട്. 2, പരലോകത്തെ ഓർത്തുകൊണ്ട്. 3, ആ ഖബറിടത്തിൽ ചെന്ന് നിന്നുകൊണ്ട് ഞാനും അതിലേക്ക് മടങ്ങേണ്ടവനാണല്ലോ എന്ന് ആലോചിച്ച് സ്വന്തത്തെ ഉപദേശിക്കുന്നത് കൊണ്ട്. ഈ കാര്യങ്ങളാണ് ശറഅാക്കിയിട്ടുള്ള ഖബർ സന്ദർശനം എന്ന് പറഞ്ഞാൽ.